നമസ്കാരം. നമ്മളിപ്പോൾ ഈ വീഡിയോ കൂടി ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഇൻഡോർ പ്ലാന്റുകൾ ഒക്കെ നമ്മൾ വയ്ക്കുമ്പോഴത്തേക്ക് ചില പ്ലാന്റുകൾ പെട്ടെന്ന് ഇങ്ങനെ ഇല വാടിപ്പോവുകയും ചില മഞ്ഞളിപ്പൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഉള്ളൊരു പരിഹാര മാർഗ്ഗമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കൂടി ഷെയർ ചെയ്യുന്നത്. സാധാരണ ഇൻഡോർ പ്ലാന്റുകൾ വയ്ക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ മണ്ണിൻ്റെ ചില കംപ്ലൈൻറ്റുകൾ കൊണ്ടാണ് കൂടുതലും ഇങ്ങനെയൊക്കെ വരുന്നത്. അപ്പോൾ ആ മണ്ണിൻ്റെ pH എല്ലാം ക്ലിയർ ചെയ്യുവാനുള്ള ഒരു ജൈവ വളമാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കൂടി ഷെയർ ചെയ്യുക. അതിന് നമ്മൾ ആദ്യം എടുക്കേണ്ടത് 1 ലിറ്റർ വെള്ളം എടുക്കുക. 1 ലിറ്റർ വെള്ളം എടുത്ത് മാറ്റി വെച്ചിട്ട് അതിൽ നല്ല ഏറ്റവും വലുത് നോക്കി അത്യാവശ്യം വലിപ്പമുള്ള ഒരു കറ്റാർവാഴ എടുത്തിട്ട് ചെറിയ ചെറിയ പീസുകളാക്കി അതിലേക്ക് ഇട്ട് വയ്ക്കണം. അതിലേക്ക് ഇട്ട് വെച്ച് നല്ലതുപോലെ ഒരു സ്പൂണോ വല്ലോ വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു പാത്രത്തിൽ അടച്ചു വയ്ക്കുക. ഒരു 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മളിത് ഒന്നും കൂടി സ്പൂണിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ രീതിയിൽ അരിച്ചെടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ വെള്ളം കുറേശ്ശെ ആയിട്ട് എല്ലാ ഇൻഡോർ പ്ലാന്റിൻ്റെ മൂടുകളിലും ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു 15 ദിവസത്തിലൊരിക്കലും മതി, അല്ലെങ്കിൽ 20 ദിവസമായാലും കുഴപ്പമില്ല. നമ്മൾ ചെറിയ രീതിയിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇൻഡോർ പ്ലാന്റൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുകയും ആ വെള്ളം കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് ചെറുതായിട്ട് നേർപ്പിച്ചിട്ട് ഇലകളിലും സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക.